കാരോളൈസ് മീഡിയ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന 62 ലക്ഷത്തോളം പേർക്ക് ആശ്വാസമായി കുടിശ്ശിക പെൻഷന്റെ ഒരു ഗഡുവായ 1600 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു. ഇതോടൊപ്പം രാജ്യത്ത് കർഷകർക്കായി കേന്ദ്ര സർക്കാർ നൽകുന്ന PM കിസാൻ സമ്മാൻ നിധിയുടെ 17ാമത്തെ ഗഡുവും എത്തിച്ചേരുകയാണ്. വീഡിയോയുടെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. സംസ്ഥാനത്ത് ഡിസംബർ മാസം മുതൽ മെയ് മാസം വരെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മെയ് 29 ബുധനാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതിനായി റിസർവ് ബാങ്കിന്റെ മുംബൈ പോർട്ട് ഓഫീസിൽ ഇക്യുബെയർ സംവിധാനം വഴി 3500 കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു. ഇതിൽ നിന്ന് 900 കോടി രൂപ എടുത്താണ് ഡിസംബർ മാസത്തെ കുടിശ്ശികയായ 1600 രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. മസ്റ്ററിംഗ് ചെയ്ത എല്ലാവർക്കും വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുന്നതാണ്. ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക ലഭിക്കുന്നവർക്കാണ് 1600 രൂപ വീതം എത്തിച്ചേരുക. കേന്ദ്രവിഹിതമുള്ളവർക്ക് അത് കുറച്ച് 1100, 1300, 1400 എന്നിങ്ങനെയുള്ള തുകയായിരിക്കും അക്കൗണ്ടുകളിൽ എത്തുക. കുറവ് വരുന്ന തുക പിന്നീട് കേന്ദ്ര സർക്കാർ അനുവദിക്കുമ്പോൾ ഇവർക്ക് അക്കൗണ്ടുകളിലേക്ക് പ്രത്യേകം എത്തുന്നതായിരിക്കും. വീടുകളിലേക്ക് സഹകരണ സംഘങ്ങൾ വഴിയുള്ള പെൻഷൻ വിതരണം വെള്ളിയാഴ്ചയോടെ സജീവമാകും എന്നാണ് കരുതുന്നത്. ഏകദേശം 10 ദിവസം വരെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാക്കുവാൻ എടുക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ കർഷകർക്കുള്ള ധനസഹായ പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയുടെ 17ാം ഗഡുവായ 2000 രൂപയും എത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുൻപായി തുടങ്ങിയ PM കിസാൻ സമ്മാൻ നിധിയുടെ 16 ഗഡുക്കൾ ഇതുവരെ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു. ആദ്യം മുതലുള്ള കർഷകർക്ക് ഇതുവരെ 32,000 രൂപയോളം ലഭിച്ചു കഴിഞ്ഞു. കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് യഥാർത്ഥ കർഷകർക്ക് തന്നെയാണ് എന്നുറപ്പാക്കുന്നതിനായി 13ാം ഗഡു മുതൽ കേന്ദ്ര സർക്കാർ ചില മാനദണ്ഡങ്ങൾ നടപ്പിലാക്കിയിരുന്നു. ലാൻഡ് വെരിഫിക്കേഷൻ, ആധാർ അക്കൗണ്ട് സീഡിംഗ് എന്നിവ പൂർത്തിയാകാത്തത് കാരണം മുൻപുള്ള ഗഡുക്കൾ മുടങ്ങുകയും പിന്നീട് അവ പൂർത്തീകരിക്കുകയും ചെയ്തവർക്ക് മെയ് ആദ്യ ആഴ്ചകളിൽ അക്കൗണ്ടുകളിലേക്ക് മുടങ്ങിയ ഗഡുക്കൾ എത്തിയിരുന്നു. പലർക്കും 4000 രൂപ മുതൽ 8000 രൂപ വരെ കിട്ടിയിരുന്നു. ഇപ്പോൾ വരുവാൻ പോകുന്നത് 2024 ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസത്തെ തുകയായ 17ാം ഗഡുവാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ജൂൺ 4 ശേഷം അധികാരമേൽക്കുന്ന പുതിയ സർക്കാർ കർഷകർക്കുള്ള ആദ്യ സമ്മാനം എന്ന നിലയ്ക്കായിരിക്കും 17ാമത്തെ ഗഡുവിന്റെ വിതരണം നടത്തുക. സർക്കാർ തുടർന്നാലും ഇനി പുതിയ കക്ഷികളുടെ സർക്കാർ വന്നാലും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി ആനുകൂല്യം എന്ന നിലയിൽ ജൂണിൽ തന്നെ ഇതിന്റെ വിതരണം ഉണ്ടാകും. ജൂലൈ മാസത്തിൽ പുതിയ സർക്കാരിന്റെ ഈ വർഷത്തെ സമ്പൂർണ്ണ ബജറ്റും അവതരിപ്പിക്കും. അതിൽ PM കിസാൻ സമ്മാൻ നിധി വഴി നിലവിൽ ഒരു വർഷം ലഭിക്കുന്ന 6000 രൂപ എന്നത് വർദ്ധിപ്പിക്കുവാനും സാധ്യതയുണ്ട്. നിലവിലെ തുകയായ 2000 രൂപ എന്നത് 2500 രൂപയാക്കുക, അല്ലെങ്കിൽ വർഷത്തിൽ 3 ഗഡുക്കൾ എന്നത് 4 ഗഡുക്കളാക്കുക തുടങ്ങിയവയിൽ എന്തെങ്കിലും ഒന്നായിരിക്കും നടപ്പിൽ വരുവാൻ സാധ്യത. PM കിസാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് ഇതിനു മുൻപുള്ള ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാരണം മനസ്സിലാക്കി അവ പരിഹരിച്ചാൽ 17ാമത്തെ ഗഡുവിനോടൊപ്പം മുടങ്ങിയ ഗഡുത്തുകയും ലഭിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കാരോളൈസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്